بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إنما الحياة الدنيا لعب ولهو وإن تؤمنوا وتتقوا يؤتكم أجوركم ولا يسألكم أموالكم. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്. സൂറത്തു മുഹമ്മദിലെ 36-ാമത്തെ ആയത്താണ് ഓതിക്കേൾപ്പിച്ചത്. ഭൗതിക ജീവിതത്തിൻ്റെ മനുഷ്യന്മാരധികവും നോക്കിക്കാണുന്ന ഒരു വീക്ഷണത്തെ അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് മുൻപാകെ നൽകുന്നു. ഇന്നമൽ ഹയാത്തുദ്ദുനിയ ലഇബുൻ വലഹുൻ. ഈ ഭൗതിക ജീവിതം കുറെ കളികളും വിനോദങ്ങളും തമാശകളും അങ്ങനെയൊക്കെയാണ്. ഭൗതിക ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ അങ്ങനെ ആകണം എന്ന് പറഞ്ഞതല്ല അത്. ഭൗതിക ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ് ആളുകൾ ഉള്ളത് എന്നർത്ഥം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള ആളുകളോട് പറയുന്നത്, വഇൻ തുഅ്മിനു വതത്തഖു, നിങ്ങൾ ഈമാൻ ഉൾക്കൊള്ളുകയും ആ ഈമാൻ അനുസരിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയുമാണെങ്കിൽ അത് ഭൗതിക ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാർഗമാണ്. നമുക്കൊരു കൃത്യമായ ലക്ഷ്യമുണ്ടല്ലോ. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ അനിവാര്യമായിട്ടുള്ള ഒരു മാർഗമാണ് ഭൗതിക ജീവിതത്തിൽ ഈമാൻ വേണം. അത് പരലോകത്തുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ദുനിയാവിൽ ഈമാനോടുകൂടി ജീവിക്കുകയും ആ ഈമാനികമായ നമ്മുടെ ഭാവം നമ്മുടെ തഖ്വയായിക്കൊണ്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു ജീവിത മാർഗം, അത് ആര് സ്വീകരിച്ചാലും യുഅ്തികും ഉജൂറക്കും, നിങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങൾക്ക് തന്നെ കിട്ടും, നിങ്ങൾക്ക് അല്ലാഹു നൽകും. വലാ യസ്അലുക്കും അംവാലുക്കും, അല്ലാഹു ആകട്ടെ നിങ്ങളോട് ഈ ദുനിയാവിൽ നിങ്ങൾ കുറെ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് അല്ലാഹു നിങ്ങൾ കുറെ പൈസ കൊടുക്കണം, പണം കൊടുക്കണം, സമ്പത്ത് കൊടുക്കണം എന്നൊന്നും അല്ലാഹു ചോദിക്കണില്ല. ഇത് അള്ളാഹു നമ്മോട് പറയുന്ന ഒരു വല്ലാത്ത വർത്തമാനമാണ്. അള്ളാഹുവിന്റെ ഈ സംസാരത്തിന് നമ്മൾ എന്തായാലും എപ്പോഴും ചെവി ഓർക്കണമല്ലോ, അല്ലെങ്കിൽ അതിനെ അനുസരിക്കണമല്ലോ. ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ക്ഷണികമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് സൂറത്തുൽ ഹദീദിൽ 20-ാമത്തെ ആയത്തിൽ വേറെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഭൗതിക ജീവിതത്തെക്കുറിച്ച് അള്ളാഹു നമ്മൾക്ക് അറിവ് നൽകുന്ന ഒരു കാര്യം എന്താ? ഇഅ്ലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തുദ്ദുനിയ ലഇബുൻ വലഹുവൻ വസീനത്തുൻ എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നു. ഈ ഭൗതിക ജീവിതം കുറെ കളികളുണ്ട്. കളികളാണ് ഇവിടെ ഉള്ളത്, കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വലഹുവൻ, അതേപോലെ തന്നെ വിനോദങ്ങൾ ഉണ്ടാകും. ഇവിടെ
വസീനത്തുൻ, ഈ ഭൗതിക ജീവിതത്തിന്റെ മറ്റൊരവസ്ഥ ഇതിങ്ങനെ കണ്ടാൽ നല്ല നല്ല സൗന്ദര്യമാണെന്ന് തോന്നും. നല്ല സുന്ദരമായ ഒരു ജീവിത കാഴ്ചപ്പാട് നമുക്കിങ്ങനെ നോക്കിയെടുക്കാൻ പറ്റിയേക്കും. പിന്നീട് നടക്കുന്നത് പിന്നെ ആൾബലം, മക്കളെ കൊണ്ടുള്ള ബലം, അതേപോലെ തന്നെ സാമ്പത്തികമായ ശേഷി, അതിന്റെ പേരിലൊക്കെ ഇങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനെ തികഞ്ഞ ആൾക്കാരാണ് എന്നുള്ള തരത്തിലുള്ള ഒരു തകാസുർ, അതിന്റെ ആധിക്യത്തിന്റെ പേരിലുള്ള പെരുമ നടിക്കല് ഈ ഭൗതിക ജീവിതത്തിലുണ്ടാകും. അതേപോലെ നിങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതിന്റെയും പേരിൽ, കഴിവുകളുടെ പേരിൽ, മികവിന്റെ പേരിൽ, അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പലതിന്റെയും പേരിലുള്ള തഫാഖുർ ഉണ്ടാകും, ദുരഭിമാനങ്ങൾ ഉണ്ടാകും. ആ ദുരഭിമാനത്തിൽ നിന്ന് പിന്നീട് പിന്നെ ഫഖർ പറഞ്ഞാൽ പിന്നീട് അത് കിബറായിട്ട് മാറുന്ന സംസാരങ്ങളിലൊക്കെ വരും. ഇങ്ങനെയൊക്കെ ദുനിയാവിലെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹു ദുനിയാവിന്റെ ഒരു യാഥാർത്ഥ്യം, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ വരച്ചിങ്ങനെ കാണിച്ചു. എന്നിട്ട് അല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് നൽകുന്നത് ഒരു ഉപമയാണ്. ഇതിനെ ഉപമിക്കാമെങ്കിൽ ഇങ്ങനെ പറയാം. അതെന്താ? കമസലി ഗൈസിൻ, അതൊരു മഴയെ പോലെയാണ്, ഒരു നല്ല ശക്തിയുള്ള പേമാരിയെ പോലെയാണ്. ഈ ഗൈസ് എന്നുള്ള വാക്ക് പഠിക്കേണ്ട ഒരു വാക്കാണ്. ഗൗസും ഗൈസും, നമ്മളിങ്ങനെ മഴക്ക് വല്ലാതെ കൊതിച്ച ഒരു സമയം, മഴയുടെ പേരിൽ നമ്മളിങ്ങനെ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഇനി വല്ലാതെ പ്രയാസപ്പെടും എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന വരും, പടച്ചോനെ മഴ നൽകണേ, മഴ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം പോക്കാണ് എന്നുള്ള നിലക്ക് നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആ അവസ്ഥയിൽ കിട്ടുന്ന മഴയാണ് ഗൈസ്. മഴവാക്ക് പരിശുദ്ധ ഖുർആൻ ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽ ഗൈസ് എന്നുള്ള വാക്കിന് ആ ഒരു താല്പര്യമുണ്ട്. അപ്പൊ അത്ര അല്ലാഹുവിന്റെ സഹായം കിട്ടുന്ന മഴ, സഹായമായിക്കൊണ്ട് അനുഗ്രഹമായിക്കൊണ്ട് വർഷിച്ച മഴ, ആ മഴയെ പോലെയാണ്. ആ മഴ ഇങ്ങനെ പെയ്തു. ആ പെയ്ത മഴയുടെ കാര്യത്തിൽ അല്ലാഹു പറയുന്നു അഅജബൽ കുഫാറ നബാതു. അപ്പൊ ആ മഴ പെയ്തപ്പോൾ വരണ്ട് കിടക്കുന്ന ഭൂമിയാണല്ലോ, ആ ഭൂമിയിലേക്കാണ് അള്ളാന്റെ സഹായമായിക്കൊണ്ട് ഈ മഴവർഷം ഉണ്ടായത്. ആ മഴവർഷം ഉണ്ടായപ്പോഴോ അഅജബൽ കുഫാറ നബാതു, കർഷകർക്ക് ആ മഴയിലൂടെ പൊങ്ങി വന്ന ചെടികളും സസ്യങ്ങളും കണ്ടിട്ട് വല്ലാത്ത അത്ഭുതം തോന്നി. ആ അത്ഭുതകരമായി തോന്നിയ ആ ചെടിയെ, സസ്യങ്ങളെ അള്ളാഹു ഉപമിച്ചിട്ട് പറയാണ്, ഇനി ഈ സസ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നറിയോ? ദുനിയാവ് എങ്ങനെ മനസ്സിലാക്കാൻ അള്ളാഹു പറഞ്ഞു തരാണ്. എന്നിട്ട് പിന്നീട് അതിങ്ങനെ ഉണങ്ങിപ്പോകുന്നിടത്തേക്ക് എത്തും. അതിങ്ങനെ കാണുമ്പം തന്നെ ഒരു ശോഭയുള്ള അവസ്ഥയിലേക്ക് എത്തുട്ടോ. ആദ്യം സുമ്മ യഹീജു, ശോഭയുള്ള, കാണാൻ നല്ല പിന്നെ തികവുള്ള ഒരവസ്ഥയിലേക്ക്, പിന്നെ പഴുത്ത് നിൽക്കുന്ന പഴങ്ങളും അതേപോലെ തന്നെ ചെടികളാണെങ്കിൽ നല്ല വിത്ത് നൽകാൻ അല്ലെങ്കിൽ കായ്കൾ നൽകാൻ തക്കതായി ഇത് പരുവപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. എന്നിട്ട് പിന്നീട് അതിന്റെ ആശ്ചര്യവും അത്ഭുതവും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ മതിമറന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. അവിടെ അതിന്റെ പിന്നീട് അവസ്ഥ എന്തായിരിക്കും? പിന്നീട് അത് ഉണക്കത്തിലേക്ക് എത്തുന്ന ആ തരത്തിൽ ഒരു മഞ്ഞളിപ്പ് ബാധിക്കും. അതാണ് മുസ്ഫറ എന്ന് പറഞ്ഞത്. സുമ്മ യകൂനു ഹുതാമ, അതിന്റെ അടുത്ത ഘട്ടം പിന്നീട് അതൊരു വൈക്കോൽ തുരുമ്പായിട്ട് മാറും. ദുനിയാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച വിശേഷണാണ്. ആദ്യ ഭാഗത്തിൽ അല്ലാഹു പറഞ്ഞ എന്താണ്? അല്ലാഹു നമ്മോട് സംസാരിച്ചത് ഈ ദുനിയാവിൽ കുറെ കളികളും തമാശകളും വിനോദങ്ങളും വർത്തമാനങ്ങളും, ഇങ്ങനെ സമ്പത്തിന്റെ പേരിലും സന്താനങ്ങളുടെ പേരിലൊക്കെയുള്ള ദുരഭിമാനങ്ങളും, അതിന്റെ പേരിൽ ആധിക്യത്തിന്റെ പേരിൽ പെരുമ നടിക്കലും, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടാവും. അതിന് അല്ലാഹു ഉപമിച്ചപ്പോൾ ആ ഉപമയിൽ അല്ലാഹു പറഞ്ഞത് നല്ല ഒരു മഴവർഷം പോലെ, അനുഗ്രഹിച്ച് കിട്ടിയിട്ടുള്ള, അനുഗ്രഹമായി കിട്ടിയിട്ടുള്ള മഴ പോലെ. ആ മഴ പെയ്തപ്പോൾ ഭൂമിയിലെ സസ്യങ്ങൾ മുളച്ചു. സസ്യങ്ങൾ മുളച്ചു എന്ന് മാത്രമല്ല, ആ സസ്യങ്ങൾ മുളച്ചു പൊന്തിയപ്പോൾ, തങ്ങൾക്ക് ആവശ്യമുള്ള പലതും മുളച്ചു പൊന്തിയപ്പോൾ ഇതിനെ നട്ടുപിടിപ്പിക്കുന്ന കർഷകർക്ക് വല്ലാത്ത അത്ഭുതം, അവർക്ക് വല്ലാത്ത അതൃപ്പം തോന്നി. അതേപോലെ തന്നെ പിന്നീട് അടുത്ത ഘട്ടത്തിൽ അതിനെ ഉണക്കം ബാധിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ഈ ആശ്ചര്യത്തിന് ഉണക്കം ബാധിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ആ ഉണക്കം ബാധിക്കുകയും അതോടൊപ്പം തന്നെ അത് മുസ്ഫറായിട്ട് മാറുന്നു, അഥവാ മഞ്ഞളിപ്പ് ബാധിക്കുന്നു, മഞ്ഞ നിറം പൂണ്ടതായിട്ട് മാറുന്നു. പിന്നീട് അത് തുരുമ്പുകളായിട്ട് തുരുമ്പായിട്ട് മാറുന്നു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ, ഇങ്ങനെ കടന്നു പോകുന്ന ഘട്ടങ്ങൾ ഇങ്ങനെയാണ് എന്ന് അല്ലാഹു പറഞ്ഞതാണ്. ബാല്യത്തിന്റെ ഘട്ടം കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ കൗമാരത്തിലേക്കും, ആ കൗമാരവും യുവത്വവും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വാർദ്ധക്യത്തിലൊക്കെ വരുന്ന ഓരോ കാര്യങ്ങളും അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യത്തെ അല്ലാഹു നമ്മുടെ മുൻപിലേക്ക് ഇങ്ങനെ വരച്ചു കാണിച്ചിട്ട് പിന്നെ പറയുന്ന കാര്യം വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷ വെച്ചിട്ടുണ്ട്. അല്ലാഹു ശക്തമായ ഭയങ്കരമായ ശിക്ഷ വെച്ചിട്ടുണ്ട്. അവിടെ പരലോകത്ത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് അദാബുൻ ശദീദ്, മറ്റൊന്ന് വമഗ്ഫിറത്തുൻ മിനല്ലാഹ്,
അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനുണ്ട്. ആ പാപമോചനം കിട്ടിയാൽ വരിദ്വാൻ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിധേയരായിക്കൊണ്ട് നമുക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയും, വരിദ്വാന് കിട്ടും എന്ന് അള്ളാഹു പറയുന്നു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം നമ്മളെ വല്ലാതെ പറ്റിച്ചു കളയും. അങ്ങനെ ഒരു വിഭവം മാത്രമാണ് ദുനിയാവിലെ ജീവിതം. ഈ ദുനിയാവിലെ ജീവിതത്തെ അള്ളാഹു ഉപമിച്ച ഉപമകളിൽ ഒന്ന് കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു എന്നുള്ളതാണ്. അവിടെ വല്ലാതെ നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദുനിയാവിലെ ജീവിതം നൈമിഷികമാണെന്ന് പഠിപ്പിക്കുന്നു. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അവർ പരലോകത്തിലേക്ക് എത്തുമ്പോഴാണ് ബോധ്യപ്പെടുക. ദുനിയാവ് തികച്ചും നൈമിഷികമായിരുന്നു. ആ നൈമിഷികമായ അവസ്ഥ ദുനിയാവിൽ ഇങ്ങനെ അവർ കണ്ടപ്പോൾ അവർക്ക് ആ നൈമിഷികതയെ ബോധ്യം വന്നിട്ടില്ല. മറിച്ച് ദുനിയാവ് തന്നെയും എന്തൊരു സൗന്ദര്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് കഴിഞ്ഞുകൂടിയത്. ഇതുപോലെയാണ് കർഷകരുടെ അവസ്ഥ. അതുകൊണ്ടാണ് കുഫാർ എന്നുള്ള വാക്ക് അല്ലാഹു സുബ്ഹാനഹു രണ്ട് അർത്ഥമുള്ള വാക്കാണല്ലോ കുഫാർ എന്നുള്ള വാക്ക്. ഒന്ന് കർഷകർ എന്നതിനർത്ഥമുണ്ട്. ഇവിടെ ആ ആയത്തിൽ അല്ലാഹു നേർക്കുനേരെ പ്രയോഗിച്ചിട്ടുള്ളത് ഈ സസ്യങ്ങൾ മുളച്ചു പൊന്തുമ്പോൾ കുഫാർ അഥവാ കർഷകർക്ക് അത്ഭുതം തോന്നുന്ന. ഇതേപോലെ തന്നെ നമ്മൾ അതിനെ വായിക്കുമ്പോൾ കുഫാർ എന്നുള്ള വാക്കിന് മറ്റൊരർത്ഥം നന്ദികേട് കാണിക്കുന്ന മനുഷ്യന്മാർ എന്നും സത്യനിഷേധികൾ എന്നും അർത്ഥമുണ്ട്. ദുനിയാവിന്റെ ജീവിതം കാണുമ്പോൾ സത്യനിഷേധികൾക്കും അതേപോലെ നന്ദിയില്ലാത്ത ആളുകൾക്കും വല്ലാതെ അതൃപ്പം തോന്നും. ആ അർത്ഥത്തിലും ഈ ഉപമയിൽ നിന്നുകൊണ്ട് ആശയത്തെ ഉൾക്കൊള്ളാവുന്നതാണ് എന്ന് താല്പര്യം. അപ്പോഴാണ് നമ്മുടെ ചിന്ത. നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? നന്ദികേട് കാണിക്കുന്ന അതേപോലെ തന്നെ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്കാകുന്നു ദുനിയാവ് വലിയതായിട്ട് തോന്നുന്നു. ഇവിടെയുള്ള കളികളിലൊക്കെ അഭിരമിച്ചു പോകുക അവരായിരിക്കും. സത്യവിശ്വാസികൾ അങ്ങനെയല്ല. സത്യവിശ്വാസികൾക്ക് ഒരു ലക്ഷ്യബോധമുണ്ട്. ആ ലക്ഷ്യബോധം മറന്നിട്ടൊരു കളി ഉണ്ടാവൂല, മറന്നിട്ടൊരു വിനോദം ഉണ്ടാവൂല. വിനോദിക്കൂല എന്നൊന്നും അർത്ഥമല്ല. സത്യവിശ്വാസികൾക്ക് അനുവദിച്ചു തന്നെയാണ്. സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു കളികളും വിനോദങ്ങളൊക്കെ അനുവദിച്ചു തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ എത്ര അനുവാദത്തിന്റെ അതിരുകൾ എന്ത് എന്ന്, അത് എത്രമേലുണ്ട് എന്ന് കൃത്യമായിട്ട് ബോധ്യം വന്നുകൊണ്ടുള്ള ഒരു കളിയായിരിക്കും ഉണ്ടാവുക. ഇത് ഈ സമയത്ത് അനിവാര്യമായി പറയേണ്ട ഒരു സംഗതി തന്നെയാണല്ലോ. കാരണം നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇനിയിപ്പോ രാവും പകലും വ്യത്യാസമില്ലാതെ കളികളുടെ ഓരോ സമയങ്ങൾ ഇങ്ങനെ രാത്രി കിടന്നുറങ്ങാൻ പോലും സമയമില്ലാത്ത വണ്ണമുള്ള കളികളിലേക്ക്, സ്ക്രീനുകളിലേക്ക് നമ്മളുടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നീങ്ങുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ ഉള്ളത്. എന്നിട്ടോ സുബഹി നമസ്കാരം, നമ്മുടെ നമസ്കാരങ്ങൾ, അള്ളാഹുള്ള ബാധ്യതകൾ, ഇതിനൊന്നും നമുക്ക് താല്പര്യമില്ല, ചെയ്യുന്നുണ്ട് എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. ഇഷ്ടത്തോടുകൂടി ലബ്ധത്തോടുകൂടി ഇത് അനുഭവിക്കാൻ സാധിക്കുക. നമ്മൾ കാണുന്ന കളികൾ കാണണ്ട എന്നുള്ളൊരു ഫത്വ നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കേണ്ടതില്ല. കളികൾ നമുക്ക് കാണാം, നമുക്ക് ഇഷ്ടപ്പെട്ട ടീമിന്റെ അത് കാണാം. പക്ഷെ ഇതിനു വേണ്ടി അടയിരുന്ന്, ഇതിനു വേണ്ടി മാത്രം ഒരുപാട് പണം ചെലവഴിച്ച്, എന്നിട്ട് നമ്മുടെ സമയവും സമ്പത്തുമൊക്കെ ഇങ്ങനെ വിനിയോഗിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുക എന്നുള്ളത് ഒരു ഭാഗത്തുണ്ടാവുകയും, എന്നിട്ട് മറുഭാഗത്ത് റബ്ബിനോടുള്ള ബാധ്യതകൾ എന്ത് എന്ന് തിരിച്ചറിയാതെ വണ്ണം അത് മറന്നു പോവുകയും അത് വിസ്മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടുണ്ടാവുകയാണെങ്കിലോ അത് വല്ലാത്തൊരു ദുരന്തമാണ്. അതുകൊണ്ടാണ് ഈ ഭൗതിക ജീവിതത്തിന്റെ കളികൾക്കും തമാശകൾക്കുമൊക്കെ സത്യവിശ്വാസികൾക്ക് അതിരുകൾ വേണം എന്ന് മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഈ അതിരുകളെ കുറിച്ച് നമ്മൾക്ക് കൃത്യമായിട്ട് ബോധ്യം വരുന്ന ആയത്തുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ലക്ഷ്യബോധത്തെക്കുറിച്ച്, നമുക്കുണ്ടാവേണ്ട ലക്ഷ്യബോധത്തെക്കുറിച്ച്, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കണമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട, ദുനിയാവിൽ സ്വീകരിക്കേണ്ട മാർഗത്തെക്കുറിച്ച് അള്ളാഹു കൃത്യമായി പറഞ്ഞു തന്നു. ഒന്ന്, ദുനിയാവിൽ അള്ളാഹു നമുക്ക് മഗ്ഫിറത്തും അതേപോലെ തന്നെ റിദ്വാനും ഒരുക്കി വച്ചിരിക്കുന്നു. റബ്ബിന്റെ അടുക്കൽ നിന്ന് പാപമോചനം കിട്ടും. എന്ത് പാപം ചെയ്താലും അള്ളാഹു പുറത്തു തരും എന്നർത്ഥമുണ്ടോ? അള്ളാഹുവിന്റെ അടുക്കൽ പൊറുക്കാവുന്ന പാപങ്ങൾ ചെയ്താൽ, ഇനി പൊറുക്കൽ കിട്ടാത്ത തരത്തിലുള്ള പാപങ്ങൾ ചെയ്താൽ തന്നെയും അള്ളാഹുവിന്റെ അടുക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു പുറത്തു തരും. ശരിയാണ്, ആ ഒരു മഗ്ഫിറത്ത് അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. അതാണ് ഒന്നുള്ളത്. ആ മഗ്ഫിറത്ത് കിട്ടിയാലോ അള്ളാഹിന്റെ റിദ്വാനുണ്ട്, റബ്ബിന്റെ തൃപ്തിയുണ്ട്. ഈ തൃപ്തിക്ക് വിധേയരാകുന്ന രീതിയിൽ ഉള്ള ഒരു ജീവിതം ദുനിയാവിൽ വേണം. റബ്ബിന്റെ മഗ്ഫിറത്ത് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കണം ദുനിയാവിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ എത്ര രീതിയിൽ കളി കാണാൻ വേണ്ടി സമയം മെനക്കെടുത്തിയാലും നേർക്ക് നേരെ പറഞ്ഞാൽ ഫജ്ർ നമസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് നഷ്ടപ്പെട്ടുകൂടാ. ഇതൊരു വലിയ കാര്യമാണ്, ചെറിയ സംഗതിയല്ല. എനിക്ക് എന്തുകൊണ്ട് ഫജ്റിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലത്തെ ദിവസം ഞാൻ കളി കണ്ട് ഒരുപാട് വൈകിപ്പോയി, അങ്ങനെ നമസ്കാരം നഷ്ടപ്പെട്ടു പോയി. നിസ്കരിച്ചിട്ടുണ്ട്, പിന്നെ എപ്പോഴാണ് നിസ്കരിച്ചത്? അത് കുറച്ച് വൈകിട്ടായി എണീറ്റത്, അതാകുന്നു സംഭവിച്ചത്. ന്യായം പറയാനുള്ളത് കളി കണ്ടതാണ് എങ്കിൽ നമ്മൾ എന്ത് പറയും?
ഇതൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ കൃത്യമായിട്ട് നമ്മൾ അഡ്രസ് ചെയ്യണം, അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് നാളെ റബ്ബിന്റെ അടുക്കൽ ഇമ്മ അദാബുൻ ശദീദ്, നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാക്കട്ടെ അതിൽ നിന്ന്, ഒന്നുകിൽ കഠിനമായ ശിക്ഷ, അതല്ല എങ്കിൽ രണ്ടാമത്തേത് ഇമ്മ മഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, റബ്ബിന്റെ പാപമോചനം, അല്ലാഹുവിനോട് കിട്ടാനിരിക്കുന്ന റബ്ബിന്റെ തൃപ്തി. ഇതിന് കിട്ടാൻ നമുക്ക് സാധിക്കണം, നമുക്ക് ഭാഗ്യം ഉണ്ടാവണം. ആ ഭാഗ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്കൊരു ഉറപ്പുണ്ടാവണം. ആ ഉറപ്പ് എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഹദീസ് ഇങ്ങനെയാണ്: ലൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാകി നഅലിഹി വന്നാറു മിസ്ലു ദാലിക്. സ്വർഗം നമ്മുടെ ചെരുപ്പിന്റെ വാറിനോളം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ചെരുപ്പിന്റെ വാറ് നമ്മുടെ തൊലിയോട് എത്രമേൽ ഒട്ടി നിൽക്കുന്നുവോ അത്രമേൽ നമുക്ക് സ്വർഗം ആസ്വദിക്കാവുന്ന നിലക്ക് സ്വർഗം നമ്മുടെ അടുത്തുണ്ട്. പക്ഷേ വന്നാറു മിസ്ലു ദാലിക്, നരകവും അങ്ങനെ തന്നെയാണുള്ളത്. നരകവും അത്രമേൽ അടുത്താണുള്ളത്. അപ്പൊ രണ്ടിലേക്കുമുള്ള ചാൻസും അത് നമ്മുടെ അടുക്കലേക്ക് അത്രമേൽ അടുത്ത് വന്നിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ട് നമുക്ക് ആ സ്വർഗത്തെ തൃണവൽഗണിച്ച് അതിനെ വേണ്ടെന്ന് വെച്ച് നരകത്തിന്റെ ശിക്ഷയിലേക്ക് അതിലേക്ക് നമ്മൾ അടുക്കാനുള്ള വഴികൾ തേടിക്കൂടാ. നമ്മുടെ മാർഗം അതായിക്കൂടാ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ മുളച്ചു പൊന്തുന്ന ഒരു സസ്യത്തിന് നമ്മൾ അതിനെ കുഴിച്ചിടുന്ന ആൾക്കാവട്ടെ, ആ സസ്യത്തിനൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. അത് ഭൂമിയിൽ മുളച്ചു പൊന്തണം, അതിന്റെ ലക്ഷ്യമാണ്. അതിന്റെ മുളച്ചു പൊന്തുക എന്നുള്ളത് ലക്ഷ്യപൂർത്തീകരണ മാർഗമാണ്. അത് വേരോടണം, ഭൂമിയിലെ ആഴിയിലേക്ക് വേരോടണം, വേരുകൾ താഴ്ഭാഗത്തേക്ക് ആണ്ടുപോകണം, എന്നിട്ട് അതിൽ നിന്ന് കായ്ക്കനികൾ ഉണ്ടാവണം. ഇതൊന്നും കിട്ടണില്ല എങ്കിൽ ആ മരം അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയോ, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന രീതിയിലൊരു മാർഗം സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടില്ല. ഇവിടെ പള്ളിയിൽ ഇങ്ങനെ ഫാനുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫാനുകൾ ഇങ്ങനെ എത്ര കറങ്ങിയിട്ടും നമുക്കൊരു കുളിര് കിട്ടുന്നില്ല, നമുക്കതുകൊണ്ടൊരു ആശ്വാസം കിട്ടണില്ല എങ്കിൽ ഈ ഫാൻ കറങ്ങിയത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മളിവിടെ ഇങ്ങനെ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം നാളെ പരലോകത്ത് സ്വർഗം നേടുക എന്നുള്ളതാണ്. ആ സ്വർഗം നമ്മുടെ അത്രമേൽ അടുത്ത് നിൽക്കുന്നുണ്ട്. ഷിറാക്ക് നഅലിഹി, നമ്മുടെ ചെരുപ്പിന്റെ വാറിനെ പോലെ നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ദുനിയാവിൽ ജീവിച്ചിട്ട് നരകവും അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ട് നരകത്തിലേക്കാണ് നമ്മുടെ ലക്ഷ്യം പോകുന്നത്, നമ്മുടെ മാർഗം അങ്ങോട്ടാണ് വഴി മാറുന്നത്. ലക്ഷ്യം അവിടെ, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണെങ്കിലും നമ്മൾ സ്വീകരിച്ച മാർഗം നരകത്തിലേക്ക് എന്നുള്ള വണ്ണം ആവുകയാണെങ്കിലോ, അതിന് നിമിത്തമാകുന്ന രീതിയിൽ നമ്മുടെ കളിതമാശകൾ മാറുകയാണെങ്കിലോ? കളികളും തമാശകളും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ റബ്ബിനോടുള്ള ബാധ്യതകൾ മറന്നുകൊണ്ട്, അതിനെ മാറ്റിവെച്ചുകൊണ്ട്, അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ജീവിതാവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നുള്ള കൃത്യമായ അധ്യാപനം. ഇബാദത്തുകൾ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ളതാകുന്നു. ആ ഇബാദത്തുകൾ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താത്ത രീതിയിൽ കുറെ ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തിയാൽ പോരല്ലോ, മറിച്ച് അതിനെ ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ വിനിയോഗിക്കണം, നമുക്കത് ഉപകാരപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇബാദത്തുകൾ അനുഭവിക്കാനുള്ള തൗഫീഖ് നാഥ ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യണമേ. അതോടൊപ്പം റബ്ബിനോട് പ്രാർത്ഥിക്കണം, ആ ലക്ഷ്യത്തിലേക്ക് എത്താത്ത രീതിയിലുള്ള ഇബാദത്തുകളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ. നമ്മളോട് തീരുമാനിക്കുകയും വേണം, ഇബാദത്തിന്റെ ലക്ഷ്യം സ്വർഗം നേടലാണ്. സ്വർഗം നേടാത്ത വണ്ണം ഇബാദത്തുകൾ ആയി മാറുന്നുണ്ട് എങ്കിൽ അതിന് തടസ്സം നിൽക്കുന്നത് എന്താണോ, അത്തരം തടസ്സങ്ങളെ മാറ്റിവെക്കാനും നമ്മൾ സന്നദ്ധരാകണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ കളികളെ ഇഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കുള്ള ബാധ്യതയെ നമ്മൾ ഓർക്കുകയും ചെയ്യണം. കളികളും വിനോദങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം നമ്മുടെ മനസ്സുകളെ മതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് തെരുവുകളായ തെരുവുകൾ മുഴുവൻ. ലക്ഷക്കണക്കിന്, ഒരു വേള എത്ര ലക്ഷം, ഇന്നലെ ഒരു വാർത്ത കണ്ടിട്ടുള്ളത്, ഒരൊറ്റ ബോർഡ് വെക്കാനുള്ള ചെലവ് അവർ തന്നെ പറഞ്ഞതാണ് 2 ലക്ഷം രൂപ.
ആ രീതിയിലുള്ള സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ബോർഡുകൾ വെക്കുന്നു. അതിനുവേണ്ടി പണം ഉണ്ടാവുന്നുണ്ട്, പണം ആളുകളുടെ കയ്യിലുണ്ട്, അത് പിരിച്ചെടുക്കുന്നുണ്ട്, അത് വെക്കുന്നുണ്ട്. ഏതൊക്കെയോ രാജ്യങ്ങളുടെ ഫാൻസുകളായിക്കൊണ്ട് ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി എടുക്കേണ്ട സംഗതി. എല്ലാം അഭിപ്രായമൊന്നുമില്ല കേട്ടോ, അതങ്ങനെ തന്നെയാണ് വേണ്ടത്. അത് ആ രീതി എടുക്കണം. അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഒരു വേള നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു കായികമേള അവിടെ വരുന്നതോടുകൂടി, ഇങ്ങനെ ഒരു വേൾഡ് കപ്പ് വരുന്നതോടുകൂടി ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനസ്സൊക്കെ നമുക്കുണ്ട്. പക്ഷേ ആത്യന്തികമായി നമ്മൾ നാളെയെക്കുറിച്ചുള്ള ഒരു ബോധത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടുള്ള ഒരു കളി അത് വേണ്ടെന്ന് വെക്കാൻ കഴിയണം. അത് നമ്മുടെ വീടുകളിലാണെങ്കിലും ശരി, അത് നമ്മുടെ ക്ലബ്ബുകളുടെ ഭാഗത്താണെങ്കിലും ശരി, നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് റബ്ബിന് ചെയ്യേണ്ട ഇബാദത്തുകളിൽ നിന്ന് നമ്മൾക്ക് കൃത്യമായി ചെയ്യേണ്ടത് ചെയ്യാത്തവണ്ണം മാറി നിന്നുകൊണ്ടുള്ള തരത്തിൽ കളികൾ വേണ്ട എന്ന് വെക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം ഇതിനെ രണ്ടിനെയും സമഞ്ജസമായി കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു ജീവിത രീതി നമുക്ക് റബ്ബിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം റബ്ബ് അനുവദിച്ച രീതിയിൽ നമുക്ക് ഇതൊക്കെ ആസ്വദിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് കിട്ടേണ്ട അറിവുകൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ലോകോത്തരമായി നമ്മൾ അത്തരം കാര്യങ്ങൾ ചിന്തനീയമായി ഉയരേണ്ടതുണ്ട്. അതിന് ആ അർത്ഥത്തിൽ എടുത്തുകൊണ്ട് രണ്ടിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതക്രമം അതിന് നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം നമ്മൾ മഴക്കാലത്തിലാണുള്ളത്. മഴ കുറഞ്ഞു പോകുന്നുവോ എന്നുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ മഴയ്ക്ക് വേണ്ടി റബ്ബിന്റെ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയ്യിബ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വയ്യിബ് എന്ന് പറഞ്ഞാൽ പേമാരി ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഔക സ്വയ്യിബിൻ മിനസ് സമാഇ എന്നുള്ള ആയത്തിൽ അതുണ്ടല്ലോ. അപ്പൊ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവോട് പറയണം, പ്രാർത്ഥിക്കണം, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴ നൽകണേ, ഈ മഴ ഉപകാരപ്രദമാക്കി തരണമേ. അത് അറബിയിൽ പ്രാർത്ഥനാ രൂപത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ അറബിയിൽ ഹദീസിൽ വന്നതിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ കൊണ്ട് നമുക്ക് സഹായം നൽകണം എന്നുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന എന്നിങ്ങനെ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ മഴക്കാലജന്യമായ രോഗങ്ങളിൽ നിന്ന്, വർഷക്കാലത്ത് പടർന്നു പിടിക്കുന്ന പല രോഗങ്ങളെക്കുറിച്ചുള്ള ഭീതികൾ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷിഗല്ല പോലെയുള്ള രോഗങ്ങളെക്കുറിച്ചുള്ള ഭീതികളുണ്ട്. അതേപോലെ തന്നെ മസ്തിഷ്ക ജ്വരം പോലെയുള്ള രോഗങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളുണ്ട്. അത്തരം രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ, നമ്മൾക്ക് അതുകൊണ്ട് പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും കാവല് നൽകി അള്ളാഹുവെ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് കൃത്യമായി നിർണയിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സ്വർഗമാകുന്ന ലക്ഷ്യം പുൽകാൻ സാധിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ ജീവിക്കാനും അതിനുവേണ്ട മാർഗം സ്വീകരിക്കാനുമുള്ള തൗഫീഖും അനുഗ്രഹവും ഈമാനും തഖ്വാബോധവും ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളിൽ വന്നു പോകുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും പോരായ്മകളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ജമാഅത്തിനെ, ജുമുഅ നമസ്കാരത്തെയും ഖുത്ബ കേട്ടതുമെല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ നരകത്തിന്റെ കടാത്ത തീയിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ وتوفنا مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للموتانا وموتى المسلمين يا أرحم الراحمين. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മുൻപേ ഇഹലോകവാസം വിടഞ്ഞവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് രോഗങ്ങളൊക്കെ
കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.